നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ കേരള രാഷ്ട്രീയത്തിലും UDF-ലും കൂടുതൽ കരുത്തനാവുകയാണ് VD സതീശൻ. PV അൻവറിനെ ഒപ്പം കൂട്ടാത്തതിനെതിരെ സ്വന്തം പാളയത്തിൽ നിന്നുയർന്ന ശബ്ദങ്ങൾ പോലും മറികടന്നാണ് നിലമ്പൂരിലെ മിന്നുവിജയം സ്വന്തമാക്കിയത്. എതിരാളികൾ വിമർശിച്ച സതീശനിസം ഒടുവിൽ വിജയം കണ്ടു. തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും ലോക്സഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഒടുവിൽ നിലമ്പൂരിലും വിജയിച്ചത് VD സതീശന്റെ തന്ത്രങ്ങൾ. PV അൻവറിനെ കൂടെ കൂട്ടിയാൽ വിജയം അനായാസമാകുമെന്ന് UDF-ന് അറിയാമായിരുന്നു. നിലമ്പൂരിൽ തോറ്റാൽ പഴികേൽക്കുമെന്ന് ഉറപ്പായിരുന്നിട്ടും സതീശൻ പക്ഷേ വിട്ടുവീഴ്ച ചെയ്തില്ല. അൻവറിന്റെ വിലപേശലിന് നിന്നുകൊടുത്തില്ല. ആര്യടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം പോലും എതിർപ്പുകൾ മറികടന്നാണ്. ലീഗിന്റെ സമ്മർദ്ദമുണ്ടായിട്ടും അൻവറിന് മുന്നിൽ UDF-ന്റെ വാതിലുകൾ എളുപ്പത്തിൽ തുറക്കേണ്ടെന്ന് തീരുമാനിച്ചതും VD സതീശന്റെ കണക്കുകൂട്ടൽ തന്നെ. എതിരാളിയുടെ സിറ്റിംഗ് സീറ്റിൽ തോറ്റാൽ ഉത്തരവാദിത്തം തനിക്കാണെന്ന തിരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കാനും ധൈര്യം കാണിച്ചു. അൻവർ സ്ഥാനാർത്ഥിയായാൽ വിള്ളൽ വീഴുന്നത് ഇടത് കോട്ടയിലാകുമെന്ന കണക്കുകൂട്ടലും തെറ്റിയില്ല. അൻവറിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടായിരുന്നു പ്രചാരണം. നോ കമന്റ്സ്. ഞാനൊന്നും ആരോടും പറയും. പണ്ട് 2 വാചകം പറയാൻ എന്നെ UDF ചുമതലപ്പെടുത്തിയ ആ 2 വാചകം അല്ലാതെ എനിക്കെതിരെ പറഞ്ഞത് 1 മണിക്കൂർ ലൈവായിരുന്നു. ഒരക്ഷരം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു. വോട്ട് ചോർച്ച തടയാൻ താഴെത്തട്ടിൽ സംഘടനയെ ഒരു കേഡർ പാർട്ടി എന്ന പോലെ കൃത്യമായി ചലിപ്പിച്ചു. ലീഗിനെ പിണക്കാതെ ടീം UDF എന്ന ടാഗ്ലൈനിൽ മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോയതിന്റെ ക്രെഡിറ്റ് സതീശന് കൂടി അവകാശപ്പെട്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിയെന്ന വിമർശനം ഏറെ കേൾക്കേണ്ടി വന്നെങ്കിലും തിരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി ഉണ്ടാക്കിയില്ല. തിരഞ്ഞെടുപ്പ് ഫലം എതിരാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും തുലാസിലാകുമെന്നറിഞ്ഞിട്ടും നിലമ്പൂരിൽ കണ്ടത് സതീശനിസം തന്നെ. തുടർഭരണം സ്വപ്നം കാണുന്ന ഇടതുപക്ഷത്തിന് നിലമ്പൂരിലൂടെ ചെക്ക് വച്ചിരിക്കുകയാണ് VD സതീശൻ. മാസങ്ങൾക്കപ്പുറം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-നെ നയിക്കുക ഇതേ ശൈലിയാകുമെന്നുറപ്പാണ്. റിപ്പോർട്ടർ, കൊച്ചി.